എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പോസ്റ്റിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സ്ഥിര ജോലിയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ആദ്യം ഓരോ പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നാമത്തത് MV മെക്കാനിക്കാണ്. 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അണ്ടർ റിസർവ് കാൻഡിഡേറ്റ്സ് 4 വേക്കൻസി, EWSന് 1, SCക്ക് 1, എക്സ് സർവീസ് മെനും 1 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് MV ഇലക്ട്രീഷ്യൻ ആണ്. അണ്ടർ റിസർവ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് ടർണർ ആണ്. അണ്ടർ റിസർവ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത വെൽഡർ ആണ്. OBC കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് ടയർമാൻ ആണ്. EWS കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത ബ്ലാക്ക് സ്മിത്ത് ആണ്. OBC കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 11 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള സാലറി സ്കെയിൽ ലെവൽ 2 സാലറി സ്കെയിലാണ് 19,900 മുതൽ 63,200 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 31 മാർച്ച് 2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെ അണ്ടർ റിസർവ്ഡിനും 33 വയസ്സ് OBCക്കും 35 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/7/2026 ബേസിസിലാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ 8th പാസ്, അതല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. ഇതുകൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്